നോവലിസ്റ്റ് പി വത്സലയുടെ ഒന്നാം ചരമവാർഷികവും ഛായാചിത്ര അനാച്ഛാദനവും നടത്തി. കോഴിക്കോട് ദർശനം സാംസ്കാരിക വേദി വനിതാ സാഹിതിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയെ ചെലവൂർ കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി പ്രവർത്തകർക്ക് മറക്കാനാവില്ല. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷയായിരിക്കെ ദർശനം ഗ്രന്ഥശാല കെട്ടിട നിർമ്മാണത്തിന് അന്നത്തെ MP അച്യുതൻ വഴി സഹായം എത്തിച്ചത് പി വത്സലയായിരുന്നു. പിന്നിട്ട വർഷങ്ങളിൽ ഒട്ടേറെ ചടങ്ങുകളിൽ പി വത്സലയുടെ സാന്നിധ്യം ദർശനത്തിന് പ്രചോദനമായി. വത്സലയുടെ ഒന്നാം ചരമവാർഷികാചരണത്തിൽ ദർശനം ഹാളിൽ അവരുടെ ഫോട്ടോ ദർശനം രക്ഷാധികാരി സൽമി സത്യാർത്ഥി അനാവരണം ചെയ്തു. എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. 2018 MS സത്യാർത്ഥിയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തത് ടീച്ചറാണ്. ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞു, കുറച്ച് വർഷം കൂടി കഴിഞ്ഞു. 6 വർഷങ്ങൾക്ക് ശേഷം ടീച്ചറുടെ ചിത്രം ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുന്നത് ഞാനാണെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഒന്നും പറയാനില്ല. സ്നേഹം. അനുസ്മരണ പ്രഭാഷണം എഴുത്തുകാരി ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സങ്കടപ്പെടുത്തുന്നതല്ല, മരിക്കുന്നതിന്റെ 10 സെക്കൻഡ് മുന്നേ, ഒരു 10 സെക്കൻഡ് മുന്നേ ഞാൻ വത്സല ടീച്ചർ സംസാരിച്ചിരുന്നു. മരിക്കുന്ന ദിവസം വിളിച്ചൊരു 10 സെക്കൻഡ് മുമ്പ് ടീച്ചർ ഞാൻ സംസാരിച്ചു. എന്നെ കിടക്കട്ടെ, ഞാനും എന്നെ വിളിച്ചു. അപ്പം എന്നാൽ മാഷ് കൊടുക്കാന്ന് പറഞ്ഞു. മാഷ് ഞാനൊരു 10-15 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഫോൺ താഴെ വെച്ച് തിരിച്ചൊക്കെ മുറിയിലേക്ക് കയറും മുമ്പ് പോയി. വത്സലയുടെ സ്ത്രീകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജാൻസി ജോസ് പ്രഭാഷണം നടത്തി. ദർശനം സെക്രട്ടറി MA ജോൺസൺ, TK സുനിൽകുമാർ, PK ശാലിനി, CP ആയിഷബി, ബിന്ദു ചെറുകുളത്തൂർ, വിനു നീലേരി, ആസിയ കൃഷ്ണകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർവകലാശാലകളെ സംഘിശാലകളാക്കുന്ന ഗവർണറുടെ നീക്കങ്ങളെ ചെറുക്കണമെന്ന് ഫ്രട്ടേണിറ്റി